ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ രുദ്രക്കുട്ടിയുടെ ചോറൂണൽ ചടങ്ങാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്വയംവര പാർവതി ദേവീ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുഞ്ഞിൻ്റെ ചോറൂണൽ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അമ്മമ്മ കഴിക്കാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ രുദ്രക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വലിയ വീട് അമ്പലം. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വയംവര പാർവതിയാണ്. അമ്മയുടെ നേർച്ചയായിരുന്നു ഇവിടെ വെച്ച് തന്നെ കുഞ്ഞിന് ചോറൂണും തുലാഭാരവും കൊടുക്കണമെന്നുള്ളത്. കുറേ നാൾ പുറത്തിറങ്ങാണ്ട് ഇറങ്ങിയതായ കൊണ്ടായിരിക്കും കുഞ്ഞോ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. പടച്ചോറും ഉപ്പും പുളിയും നെയ്യും അങ്ങനെ എല്ലാം കൂടെ തിരുമിയിട്ടാണ് ആദ്യം കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത്. ചോറൂണിന് ശേഷം കുഞ്ഞിന് മധുരം കൂടി കൊടുക്കണം. ഇതുവാണെങ്കിൽ ആകെപ്പാടെ ചിരിച്ചങ്ങിരിപ്പായിരുന്നു. ഋതുവാവയാണെങ്കിൽ എൻ്റെ അപ്പുറത്ത് തേങ്ങയും കഴിച്ചങ്ങിരിപ്പ്. പിന്നെ എല്ലാവരും കുഞ്ഞിന് ഓരോന്നുള്ള ചോറ് വായി വെച്ച് കൊടുത്തു. എല്ലാവരും കൊടുക്കുന്ന പായസം നുണഞ്ഞ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രുദ്രവാവ. വിവാഹമൊക്കെ വൈകുന്ന ആൾക്കാർ ഇവിടെ വന്ന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. സ്വയംവര പാർവതി ആയതിനാൽ പെട്ടെന്ന് വിവാഹയോഗം ഉണ്ടാവും. ആഗ്രഹ സാഫല്യത്തിനും വിവാഹയോഗത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ വളകൾ കെട്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്.